രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 3 സ്ഥലത്ത് വെച്ചാണ് യുവതിയെ രാഹുൽ പീഡിപ്പിച്ചതെന്നും യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. പാലക്കാട് എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രം നടത്തിച്ചതെന്നും രാഹുലിന്റെ സുഹൃത്ത് ജോബിയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക എത്തിച്ചതെന്നും നേരത്തെ യുവതി വെളിപ്പെടുത്തിയിരുന്നു. കുട്ടിയുണ്ടാകുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമാണെന്നും ഗുളിക കഴിച്ചില്ലെങ്കിൽ താൻ ജീവൻ ഒടുക്കുമെന്നും രാഹുൽ ഭീഷണി മുഴക്കിയതായും വിവരമുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിൽ പോലീസിന് വ്യക്തതയില്ലെന്നും എഫ്ഐആർ താൻ പഠിച്ചുവെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം പ്രതികരിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായിട്ടില്ലെന്നും എവിടെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടൂരിലെ വീട്ടിൽ രാഹുലില്ലെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പരാതിക്കാരുടെ രഹസ്യമൊഴി വൈകാതെ രേഖപ്പെടുത്തിയേക്കും. ഇതിനായി നെയ്യാറ്റിൻകര കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കും. രഹസ്യമൊഴി ലഭിച്ചാൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കാനാണ് നീക്കം. ജാമ്യമില്ലാ കുറ്റമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം, അശാസ്ത്രീയ നിർബന്ധിത ഗർഭചിത്രം, IT വകുപ്പ് എന്നിവയാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. രാഹുലിന് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിച്ചേക്കാമെന്നാണ് നിയമോപദേശം.